നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മേപ്പയൂർ സലഫിയ അറബിക് കോളേജിന്റെ നേതൃത്വത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. സലഫിയ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ.വി. അബ്ദുള്ള ഹാജി ഉദ്ഘാടനം ചെയ്തു. മേപ്പയൂർ സലഫിയ അറബിക് കോളേജിന്റെ നേതൃത്വത്തിൽ ഏകദിന വർക്ക്ഷോപ്പ് കോളേജ് ഹാളിൽ സംഘടിപ്പിച്ചു. അറബിക് വ്യാകരണ നിയമങ്ങൾ പാലിക്കുന്നതിന് ഭാഷയുടെ അർത്ഥപൂർണത എന്ന വിഷയത്തിലാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഫസലുള്ള കെ.ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സലഫിയ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ.വി. അബ്ദുള്ള സാഹിബ് ഉദ്ഘാടനം ചെയ്തു. കേവലം പള്ളിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ദീനി വിദ്യാഭ്യാസവും അറബി പഠനവും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ താല്പര്യത്തോടുകൂടി മദ്രസ പ്രസ്ഥാനമായി ഉയരുകയും അത് അറബിക് കോളേജിൽ നിന്നുള്ള ഉയർന്ന നിലവാരത്തിലേക്ക് പോവുകയും ചെയ്തത് നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇടപെടലും അതിന്റെ താല്പര്യവും കൊണ്ടാണെന്ന് എന്നെക്കാളും നിങ്ങൾക്കറിയാം. അറബി ഭാഷയെ പറ്റി ആധികാരികപരമായി പറയാനുള്ള ഒരു കഴിവെനിക്കില്ലെങ്കിലും ലോകത്തിൽ 22ഓളം രാജ്യങ്ങളിൽ അറബി ഭാഷ അവരുടെ രാഷ്ട്രഭാഷയെ അംഗീകരിച്ച് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിലേറെ രാജ്യങ്ങളിൽ അറബി ഭാഷ ഉപയോഗിച്ചു വരുന്നു. ആ നിലക്ക് ലോകത്തിൽ 5ാമതായി അറിയപ്പെടുന്ന അറബി ഭാഷ നമ്മളെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഖുർആൻ ഇറങ്ങിയ ഭാഷ എന്നുള്ള ഏറ്റവും വലിയൊരു മഹത്വവും അംഗീകാരവും അതിനുണ്ട്. കാരണം ഒരു അറബി പഠിച്ച വ്യക്തി ഖുർആൻ പഠിക്കുന്നത് പോലെയല്ല ഞങ്ങളൊക്കെ അറബി ഭാഷയിൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ, കാരണം മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഇന്നൊക്കെ ഞങ്ങളെ മനസ്സിലൊക്കെ ബാക്കിയുള്ളൂ. അവർ പഠിക്കുമ്പോൾ ഖുർആനുള്ള വീക്ഷണങ്ങളും അതിനുള്ള ചർച്ചകളും മറ്റൊരു നിലക്കാണ് നമ്മൾ നീങ്ങുക. ആ നിലക്ക് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ദുനിയാവിലും ആഖിറത്തിലും ഗുണം കിട്ടുന്ന നന്മകൾ കൈവശം വെക്കാൻ കഴിയുന്ന എല്ലാ അർത്ഥത്തിലും ഗുണകരമായ അറബി പഠിക്കാൻ സന്നദ്ധരായ നിങ്ങളെ അനുമോദിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് അറബിക് കോളേജിലെ വിദ്യാർത്ഥികൾ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം എന്താണെന്ന് അറിയില്ല. അത് മാറ്റിയെടുക്കാൻ നമ്മുടെ KM പറഞ്ഞിട്ട്, കാരണം അദ്ദേഹം വിദ്യാർത്ഥിയാണ്, നമുക്ക് കുറച്ചുകൂടെ വിദ്യാർത്ഥികളെ ആകർഷിക്കാനും അറബി പഠിക്കാൻ കുറച്ചുകൂടി ആളുകൾ വന്നെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനും നമുക്ക് ഒരുമിച്ച് ശ്രമിക്കണം. ഇന്നത്തെ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകൾക്ക് വേദിയിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു. ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. എല്ലാവർക്കും അറിയാം, കോമണായ ചില വിഷയങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഞാൻ അധികം നീട്ടുന്നില്ല, ക്ലാസ് എടുക്കാനുള്ളതുകൊണ്ട്. 1.9 ബില്യൺ മുസ്ലിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾക്കുള്ള ഭാഷയാണെന്നതിലുപരി ഗൾഫ് മേഖലയിൽ സാമ്പത്തിക മുന്നേറ്റം കാരണം ബിസിനസ്, വ്യാപാരം, ഊർജം എല്ലാ മേഖലയിലും ഈ ഭാഷയ്ക്ക് സ്വാധീനമുണ്ട് എന്നുള്ളത് നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ഏകദേശം 25ഓളം രാജ്യങ്ങളിൽ ഔദ്യോഗിക ഭാഷയായിട്ടും മിഡിൽ ഈസ്റ്റിലെ പല ഭാഗങ്ങളിലും, ആഫ്രിക്കൻ കൺട്രീസിൽ, തുനീഷ്യക്ക് ഞാൻ പോയി സന്ദർശിച്ച സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഔദ്യോഗിക ഭാഷ തന്നെ അറബിയാണ്. ഫ്രഞ്ച് കോളനി ആയതുകൊണ്ട് 2ാം ഭാഷ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർക്ക് ഫ്രഞ്ചേ അറിയുള്ളൂ. തുനീഷ്യയിലായിരുന്നാലും അൾജീരിയയിലായിരുന്നാലും. അതിനേക്കാളൊക്കെ ഉപരി പല സ്ഥലങ്ങളിലും അറബി ഒഴിച്ചു നിർത്താൻ സാധ്യമല്ല. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ, ഞാൻ ശനിയാഴ്ചയാണ് തുർക്കിയിൽ സന്ദർശനം, ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. അവിടെയൊക്കെ ഇസ്ലാമിക പൈതൃകങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അറബിക് ലാംഗ്വേജ് ഒഴിവാക്കാൻ നമുക്ക് സാധ്യമല്ല. തുർക്കി ഒരുപാട് ശ്രമിക്കുകയുണ്ടായി. അറബിയിൽ എഴുതിയിരുന്ന തുർക്കി ലാംഗ്വേജ് അത് ഇംഗ്ലീഷ് ലെറ്ററുകളാണ് ഇപ്പോൾ ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അവർക്ക് അറബി ഭാഷ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ വിഷയങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. നഹവും സർഫും അത് പരമ്പരാഗത രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആധുനിക രീതിയിലുള്ള പഠന രീതികളുണ്ട്. രണ്ടും സമന്വയിച്ചുകൊണ്ടുള്ള മുസ്തരിജായ രീതിയുണ്ട്. ഏതാണ് സുഖകരമായത്, എളുപ്പമായത്, പ്രാക്ടിക്കലായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാവുന്നതാണ്. സാബിക് പുല്ലൂർ, സൈഫുള്ള മദനി, നജീബ് ഫാറൂഖി, അഷ്റഫ് അലി മദനി എന്നിവർ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി. KMA അസീസ്, റഷീദ് അലി കുറ്റ്യാടി,
ഡോക്ടർ ഷൗക്കത്ത് അലി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പാൾ അഷറഫ് അലി മദീനി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് റാഷിദ് പി നന്ദി പറഞ്ഞു. മേപ്പയൂർ സലഫിയ അറബിക് കോളേജിൻ്റെ കീഴിൽ ഇന്നത്തെ ദിവസം സിംപ്ലിഫൈഡ് അറബിക് ഗ്രാമർ ആൻഡ് മോർഫോളജി എന്ന വിഷയത്തിൽ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ്. അറബി ഭാഷാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ സങ്കീർണതകൾ അനുഭവിക്കുകയാണ് ഈ വ്യാകരണ ശാസ്ത്രത്തിലും രൂപശാസ്ത്രമൊക്കെ പഠന രംഗത്ത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ കെ ഷെയ്ഖ് മുഹമ്മദ് സാർ മുൻ പ്രൊഫസറാണ്, റിട്ടയർഡ് പ്രൊഫസർ MA കോളേജ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ്. ആദ്യത്തെ സെഷനിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി AV അബ്ദുള്ള സാഹിബ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ടെക്നിക്കൽ സെഷൻ ക്ലാസ് ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് സാർ നയിക്കുന്നതാണ്. കുട്ടികളുടെ സംശയങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനും അതോടുകൂടെ. കാരണം അതെല്ലാവരും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഞാൻ ഈ പറഞ്ഞ സംഭവമായി മാറും. പിന്നെ ഭ്രാന്തായി മാറും. പിന്നീട് അവന് സംസാരിക്കാൻ കഴിയില്ല. നെഹ്വിൽ അവൻ പഠിച്ച കവിതകൾ പാടിയിട്ട് ഭ്രാന്തായി നടക്കാൻ കഴിയുമെന്നല്ലാതെ പ്രാക്ടിക്കലായിട്ട് സംസാരിക്കാൻ അയാൾക്ക് സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം കേട്ടോ, പരമ്പരാഗതമായി നെഹ്വു പഠിക്കുകയും സർഫ് പഠിക്കുകയും പിന്നീട് അറബിക് കോളേജിൽ പോയിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള നെഹ്വും സർഫും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളെ പിന്നെ പിടിച്ച് നിർത്താൻ സാധ്യമല്ല. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.